ഇതെന്തു പറ്റി? എന്താ ഗോപാലേട്ടാ മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഒന്നുമില്ല, വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. ഇങ്ങനെ വെറുതെ ആലോചിച്ചിരുന്നാ മതിയോ? വിഷുവൊക്കെ അല്ലേ, ഒന്ന് അടിച്ചു പൊളിക്കണ്ടേ? നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് പൊയ്ക്കോ. അതെന്താ അച്ഛൻ വരാത്തത്? എന്താ മോളെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? സഞ്ജു കൂടെ ഇല്ലാതെ നമ്മൾ ആഘോഷിക്കുന്ന ആദ്യത്തെ വിഷുവാ. അവൻ ആ വീട്ടിൽ എങ്ങനെയാ ഉള്ളതെന്ന് പോലും എനിക്കറിയില്ല. ഗിരിയോട് ചോദിച്ചാ ഞാൻ അവനോട് തോറ്റതുപോലെ ആവില്ലേ? സഞ്ജു അച്ഛനെ ധിക്കരിച്ച് സ്വപ്നയുടെ കൂടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോ തന്നെ അച്ഛൻ തോറ്റു. നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചേട്ടനെ ഓർമ്മിപ്പിക്കില്ലേ? ഇതെങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമാവുക? ഇത്രയും കാലം വളർത്തി വലുതാക്കിയ അച്ഛനെക്കാണോ അവന് വലുത് സ്വപ്നയാണെന്നല്ലേ അവൻ തീരുമാനിച്ചത്? അങ്ങനെ ഒരാൾക്ക് വേണ്ടി അച്ഛൻ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? ചേട്ടൻ ഇവള് പറയുന്നൊന്നും കേക്കണ്ട. സഞ്ജുനൊരു അബദ്ധം പറ്റിയതാ. വൈകാതെ അവനത് മനസ്സിലാക്കി തിരിച്ചു വരും. അങ്ങനെ വന്നാ അച്ഛൻ അവനെ സ്വീകരിക്കോ? അവനെ സ്വീകരിച്ച എന്റെ മനസ്സിൽ അച്ഛൻ വല്ലാതെ താന്നു പോവും. അവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോ അച്ഛനൊരു നിലപാടെടുത്തിരുന്നു. അതിൽ ഉറച്ചു നിൽക്കുന്നതാണ് എന്റെ മനസ്സിലുള്ള ഗോപാൽജി ചെയ്യുക. ഞാൻ സഞ്ജുനെ മാത്രം വീട്ടിൽ കയറ്റുന്ന കാര്യം പറഞ്ഞേ, സ്വപ്നയുടെ കാര്യമല്ല. സ്വപ്ന സഞ്ജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതിന് ആ പാവ എന്ത് ചെയ്യാനാ? സ്വന്തം കുടുംബത്തെ ചതിച്ച് ഒരു പെണ്ണിന്റെ കൂടെ ഇറങ്ങിപ്പോയ അവനെ എന്ത് വിശ്വസിച്ച ഈ വീട്ടിലേക്ക് തിരിച്ചു കയറ്റുക? ശാലിനി, നീ വെറുതെ എന്നോടുള്ള വാശിക്ക് ഇങ്ങനെയൊന്നും പറയരുത്. എന്തൊക്കെയാണെങ്കിലും അവൻ നിന്റെ ചേട്ടനാ. സ്വപ്നയുടെ കൈ പിടിച്ച് അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ദിവസം എന്റെ ചേട്ടൻ മരിച്ചു. അച്ഛനും അങ്ങനെ ഒരു നിലപാട് എടുത്തു എന്നായിരുന്നു എന്റെ വിശ്വാസം. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത്, സഞ്ജു എന്ത് പോക്രിത്തരം കാണിച്ചാലും അച്ഛൻ അവനെ സപ്പോർട്ട് ചെയ്യുമെന്ന്. എന്തിനാ അച്ഛ അവനെപ്പോലെ ഒരുത്തിന് വേണ്ടി ഇങ്ങനെ നാണം കെട്ട് നടക്കുന്നേ? സ്വന്തം മകനെ വീട്ടിലേക്ക് കയറ്റുന്നതിന് എന്ത് നാണക്കേടാ ഉള്ളത്? അങ്ങനെ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടിയായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ഇറക്കി വിട്ടത്? അച്ഛൻ അവൻ കാരണം അപമാനം മാത്രമേ സംഭവിക്കൂ. ഓർമ്മയുണ്ടല്ലോ, പാർട്ടി സെക്രട്ടറിയുടെ മകളുമായിട്ടുള്ള കല്യാണം മുടങ്ങിയപ്പോ ഉണ്ടായ നാണക്കേട്. അതോടെ അച്ഛന്റെ രാഷ്ട്രീയ ഭാവിയും നശിച്ചു. ഇനി അതും പോരെങ്കി പണ്ട് അവനെ ഇറക്കാൻ സ്റ്റേഷനിൽ വെച്ച് മാധവന്റെ കാല് പിടിക്കേണ്ടി വന്നത് ഓർത്താ മതി. ഗോപാലേട്ടനെല്ലാം മറക്കാൻ തീരുമാനിച്ചാലും നീ അതിന് സമ്മതിക്കില്ലല്ലേ? സമ്മതിക്കില്ല. എനിക്ക് ഈ വീട്ടിലെ സ്ഥാനം നഷ്ടപ്പെടുത്താൻ ഒരാഗ്രഹവും ഇല്ല. ഇനി ഇവിടെ ഞാൻ മതി, ഞാൻ മാത്രം. മോളെ, ഗിരിയെ വിളിച്ചോണ്ടുവന്ന് കണി കാണിക്ക്. ശരി അമ്മ. പതുക്കെ ഇറങ്ങണേ ഗിരിയേട്ടാ, കണ്ണു തുറക്കല്ലേ. ഗിരിയേട്ടാ സൂക്ഷിച്ച്. സ്റ്റെപ്പുണ്ട്, പതുക്കെ.
കറക്റ്റ് ആണോ? പതുക്കെ പതുക്കെ സൂക്ഷിച്ച്. ഇനി കണ്ണു തുറന്നോ. കണ്ണു തുറക്കരുതേ, സൂക്ഷിച്ച്. നടക്ക്. ഇനി രണ്ടാളും കണ്ണു തുറന്നോളൂ. ഇനി എല്ലാവർക്കും എന്റെ വക കൈനീട്ടം തരാം. മേടിച്ചോ. കൃഷ്ണ, സ്വപ്നെ വാ. എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ഒരു വഴി കാണിച്ചു തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്താ ഗിരിയേട്ടാ ഇത്? സഞ്ജു എങ്ങനെയെങ്കിലും നല്ലൊരു ജോലിക്ക് കയറാൻ നോക്ക്. കുഞ്ഞു വരുന്നതിന് മുമ്പെങ്കിലും നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാവണം. അതൊന്നും ഇവനെ കൊണ്ട് നടക്കില്ല. ഒന്നുകിൽ ജോലിക്ക് കയറിക്കോ, ഇല്ലെങ്കിൽ ഗോപാൽജിയുടെ വീട്ടിൽ കയറിക്കോ. ഇതിന് രണ്ടിനും നിന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഇവളെന്റെ അനിയത്തിയായോണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിന്നെ ഞാൻ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കും. ആഹാ, എന്താ ഒരു ഐശ്വര്യം! വിഷുവായിട്ട് പറയാൻ പറ്റിയ കാര്യങ്ങളാണല്ലോ. ഈ വീട്ടിലെ അവസ്ഥ അങ്ങനെ ആയി പോയി മോളെ. എല്ലാ കാര്യങ്ങളും സമയവും സന്ദർഭമൊക്കെ നോക്കി പറയാൻ കഴിഞ്ഞു എന്ന് വരില്ല. എനിക്ക് സ്വന്തമായി ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവാൻ പോകുന്ന വർഷമാണല്ലോ. അതുകൊണ്ട് കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കാന്ന് കരുതി. കണ്ടോ അമ്മ, ചേട്ടനിപ്പൊ സ്വന്തം കുടുംബം ബാക്കി കുടുംബം എന്നൊക്കെ വേർതിരിച്ച് സംസാരിക്കാൻ തുടങ്ങി. അതിനിപ്പോ എന്താ തെറ്റ്? ഇത്രയും കാലം നിനക്ക് വേണ്ടി അവൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തതിന്റെ സ്നേഹമോ ബഹുമാനമോ നിനക്ക് അവനോടുണ്ടോ? ഇന്നലെ കയറി വന്ന ഇവന് വേണ്ടി നീ നിന്റെ ചേട്ടനെ തള്ളി പറഞ്ഞില്ലേ? എന്നിട്ടും ഗോപാൽജി നിങ്ങളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ ഇവൻ നിങ്ങളെ കൈയൊഴിഞ്ഞില്ലല്ലോ. ഇതിനേക്കാൾ കൂടുതൽ മാന്യതയൊന്നും മോള് പ്രതീക്ഷിക്കരുത്. ഇനി ഇവൻ സ്വന്തം കാര്യം നോക്കാൻ പഠിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ ഇവനെ ചീത്ത വിളിക്കും. അടുത്ത വിഷുവിന് നിങ്ങൾ ഈ വീട്ടിൽ കണ്ടുപോരുത്. ഈ വീട്ടിൽ എനിക്ക് കുറച്ച് സൗകര്യം കിട്ടാതെ പറ്റില്ല. അപ്പൊ ഞങ്ങൾ അമ്മയ്ക്ക് സ്വൈര്യക്കേടായിട്ട് തോന്നുന്നുണ്ടല്ലേ? അങ്ങനെ ഞങ്ങൾ ചിന്തിച്ച ആരും കുറ്റം പറയില്ല. കൈനീട്ട് സൂക്ഷിച്ചു വെച്ചോ. ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് നോക്കിയും കണ്ടും ചിലവാക്കിയാ മതി. വാ മോനെ.